പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ റിപ്പോർട്ടർ TV പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് കഥയാണ് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പെൺകുട്ടിയുടെ മൊഴി മാറ്റിപ്പറച്ചിൽ. ഇന്നലെ റിപ്പോർട്ടർ TV ആണ് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിക്കുന്നത്. അത് പൂർണ്ണമായും നമ്മൾ ഇന്നലെ സംപ്രേഷണം ചെയ്തിരുന്നു. ഏകദേശം അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു മൊഴിയാണ് ഈ പെൺകുട്ടി, 18-20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഈ പെൺകുട്ടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ FIR റദ്ദാക്കണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാഹുൽ. ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. രാഹുലിനെതിരെ നേരത്തെ നൽകിയ മൊഴി ഇന്നലെ യുവതി തിരുത്തിയിരുന്നു. യൂട്യൂബിൽ വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു. ഒരാഴ്ചയായി യുവതിയെ കാണാനില്ല എന്നാണ് യുവതിയുടെ കുടുംബം പറയുന്നത്. യുവതിയുടെ കുടുംബം സമ്മർദ്ദം ചെലുത്തിയാണ് ഭർത്താവായ രാഹുലിനെതിരെ താൻ മൊഴി പറഞ്ഞതെന്നും താൻ സ്ത്രീധനമടക്കമുള്ള വിഷയങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും തനിക്ക് മർദ്ദനം ലഭിച്ചപ്പോൾ അത് കൂട്ടിപ്പറയുകയാണെന്നും കേബിളുകൾ വെച്ച് കഴുത്തിൽ മുറിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ബെൽറ്റ് ഉപയോഗിച്ച് അടിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇതൊക്കെ കുടുംബം പറഞ്ഞതനുസരിച്ചാണ് താൻ പറഞ്ഞതെന്നുമാണ് ഈ പെൺകുട്ടി പറയുന്നത്. പോലീസിൽ പരാതി നൽകിയെന്ന് പിതാവ് അറിയിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ പെൺകുട്ടി ഉടൻ തന്നെ മറ്റൊരു യൂട്യൂബ് വീഡിയോയും കൂടി പങ്കുവച്ചിട്ടുണ്ട്. തന്നെ കാണാതായതിൽ ദുരൂഹതയൊന്നുമില്ല എന്നാണ് പെൺകുട്ടി പറയുന്നത്. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടെ കേസിൽ 5 ദിവസത്തിനകം കുറ്റപത്രം നൽകിയേക്കും. ഇനി കുറ്റപത്രം നിലനിൽക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രതിയെ സഹായിച്ച സീനിയർ പോലീസ് ഓഫീസറെ ഇന്ന് ചോദ്യം ചെയ്യുകയും ചെയ്യും. വിവരങ്ങളുമായി അലി അക്ബർ ഷയും ഒപ്പം സാനിയോ മനോമിയും നമുക്കൊപ്പം ചേരും. ആദ്യം ഞാൻ പോകുന്നത് അക്ബർ ഷായിലേക്കാണ്. അലി അക്ബർ ഷാ നമുക്ക് നൽകുന്ന വിവരം യുവതിയെ കാണാനില്ല എന്ന യുവതിയുടെ വീട്ടുകാരുടെ പരാതിയെ സംബന്ധിച്ച വിവരങ്ങളാണ്. രണ്ടുപേർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഒരു വലിയ ഒരു പൈങ്കിളി സീരിയലിൻ്റെ ക്ലൈമാക്സിനെ സൂചിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആദ്യം രാഹുലിനെതിരെ കടുത്ത നിലപാടെടുത്തുകൊണ്ട് വരുന്ന യുവതിയും വീട്ടുകാരും. ഇപ്പോൾ യുവതി അതിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുന്നു. വീട്ടുകാരെ വെട്ടിലാക്കി. തനിക്ക് അടി കിട്ടിയിട്ടില്ല, താൻ കുറ്റക്കാരിയല്ല, തൻ്റെ പ്രിയപ്പെട്ട രാഹുലേട്ടനെ താൻ മിസ് ചെയ്യുന്നു എന്നാണ്. മിസ് യു രാഹുലേട്ട എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതൊക്കെ സംപ്രേഷണം ചെയ്ത നമ്മളുടെ അവസ്ഥ എന്തായി എന്നുള്ളതാണ് ഒരു കോമഡി. എന്തായാലും അലി അക്ബർ ഷാ, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് എന്താണ്? അവർക്ക് ഈ മൊഴി മാറ്റി പറയുന്നതിനെക്കുറിച്ച് സൂചന ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ സഹോദരനുമായി ലേബി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ബ്രെയിൻ വാഷ് ചെയ്തു രാഹുൽ എന്നാണ്. പെൺകുട്ടി പറയുന്നത് കുടുംബം തന്നെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നുവെന്നാണ്. ഇത് ആരുടെ ബ്രെയിനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതാണ് ചോദ്യം. അലി അക്ബർ ഷാ, എന്താണ് സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ടാവുക? പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത് എന്താണ്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഈ പറഞ്ഞതുപോലെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു പന്തീരങ്കാവിലെ ഗാർഹിക പീഡനം. കാരണം വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഒരു പെൺകുട്ടിക്ക് ഈ വരന്റെ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മാരകമായ ആക്രമണം നേരിടേണ്ടി വരുന്നു, ശാരീരിക അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ള വാർത്ത വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്ത വാർത്തയാണ്, മാധ്യമങ്ങൾ ചർച്ച ചെയ്ത വാർത്തയാണ്. അതിലാണ് ഇന്നലെയോടുകൂടി വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയായിരുന്നു, തന്റെ ഭർത്താവ് തന്നെ ആക്രമിച്ചിട്ടില്ല, കുടുംബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി താൻ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുമായി ഇന്നലെയാണ് ഈ പെൺകുട്ടി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. നിയമ നടപടികൾ ഉൾപ്പെടെ ഈ സംഭവത്തിൽ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു യൂട്യൂബ് വീഡിയോയുമായി ഈ പെൺകുട്ടി തന്നെ രംഗത്ത് വന്നത്. താൻ ഒരു തരത്തിലും ആക്രമിക്കപ്പെട്ടിട്ടില്ല. ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ബെൽറ്റ് കൊണ്ട് ആക്രമിക്കപ്പെട്ടു, കഴുത്തിൽ കേബിൾ കൊണ്ട് മുറുക്കപ്പെട്ടു എന്നൊക്കെയാണ്. ഇതിൽ ഓരോന്നും എണ്ണി പറഞ്ഞതൊന്നും നടന്നിട്ടില്ല എന്നാണ് ഈ യൂട്യൂബ് വീഡിയോയിലൂടെ പെൺകുട്ടി പറഞ്ഞത്. ഈ രാഹുൽ എന്ന് പറയുന്ന ആൾ തന്നെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല, രാഹുൽ ഒരു പാവമാണ്, ഈ കുടുംബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി താൻ ഒരുപാട് നുണകൾ പറയുകയായിരുന്നു, മാധ്യമങ്ങളോടും പോലീസിനോടും ഉൾപ്പെടെ നിരവധി നുണകൾ താൻ പറഞ്ഞു, അതിനുള്ള മാപ്പ് ചോദിക്കുന്നെന്നായിരുന്നു ഈ പെൺകുട്ടി ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല. അവർക്ക് വലിയൊരു ഷോക്കായിരുന്നു ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ തന്നെ പെൺകുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. പെൺകുട്ടിയുടെ സഹോദരൻ നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് രാഹുൽ ഈ പെൺകുട്ടിയെ, തങ്ങളുടെ സഹോദരിയെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കാൻ സാധ്യത, ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്താനോ ആരോപണങ്ങൾ ഉന്നയിക്കാനോ ഒരു തരത്തിലും തങ്ങൾ നിർബന്ധിച്ചിട്ടില്ല എന്നും പെൺകുട്ടിയുടെ കുടുംബം ഇന്നലെ തന്നെ നമ്മളോട് ഞാനൊന്ന് സാനിയിലേക്ക് പോയിട്ട് വരാം. ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ 5 ദിവസത്തിനുള്ളിൽ FIR കൊടുക്കാൻ പോവുകയാണ് സാനിയോ മനോമി. ഇനി കുറ്റപത്രം നിൽക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് കേസുമായിട്ട് പോകുമ്പോൾ വീണ്ടും കോംപ്ലിക്കേഷൻ ആവും. ഇപ്പോൾ രാഹുൽ ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ട്. ഈ FIR റദ്ദാക്കണം എന്നതാണ് ആവശ്യം. ഈ പെൺകുട്ടി ഇപ്പോൾ പൂർണ്ണമായിട്ടും രാഹുൽ നിരപരാധിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിൽ ഇനി കുറ്റപത്രം നിൽക്കില്ലല്ലോ. പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ അത് നിലവിൽ പെൺകുട്ടിക്ക് പരാതിയില്ലാത്ത സാഹചര്യത്തിൽ അത് നിൽക്കാനുള്ള സാധ്യതയുണ്ടോ?
പോലീസ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് കുറ്റപത്രം നിലനിൽക്കുമെന്ന് തന്നെയാണ്. 5 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് പോലീസ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. അതായത് പെൺകുട്ടി രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് കോടതിയിൽ. ഈ രഹസ്യമൊഴിക്കായിരിക്കും പ്രാധാന്യമുണ്ടാവുക. മറ്റൊരു യൂട്യൂബ് വീഡിയോയിലൂടെ വന്ന് പറയുന്നതിനല്ല, മറിച്ച് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിക്കാണ് പ്രാധാന്യമുണ്ടാവുക എന്നാണ് പോലീസ് കരുതുന്നത്. അതനുസരിച്ചാണ് 5 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പറയുന്നത്. 1-ാം പ്രതിയെ കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. കൂടാതെ കേസിൽ നേരത്തെ പ്രതിയെ സഹായിച്ചു, രാഹുലിനെ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു സിവിൽ പോലീസ് ഓഫീസറായ ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ശരത് ലാലിനെ ഇന്ന് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുമെന്നും പറയുന്നു. ഏതായാലും ഈ കേസിലെ നടപടികളൊക്കെയായി പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇപ്പോഴുള്ള ഈ വെളിപ്പെടുത്തലിന്റെ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കുറ്റപത്രം നിലനിൽക്കുമെന്നും 5 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്നും പോലീസ് പറയുന്നു. അതായത് കോടതിയിൽ നിൽക്കുന്ന രഹസ്യമൊഴിക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഈ പരസ്യമായിട്ടുള്ള മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മുന്നോട്ട് പോകും. പോലീസിന് കൃത്യമായിട്ട് അതിൽ ഗാർഹിക പീഡന നിയമം ചുമത്താവുന്ന വകുപ്പുണ്ട്, സ്ത്രീധന നിരോധന നിയമം ചുമത്താവുന്ന വകുപ്പുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ ഈ രാഹുലിൻ്റെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ് സത്യമെന്നത് രാഹുലിന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ പെൺകുട്ടിയെ രാഹുൽ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കാം എന്നതാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നതും. ഈ പെൺകുട്ടി എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. ഒരുപക്ഷെ രാഹുലുമായിട്ട് ഈ പെൺകുട്ടിക്ക് കോൺടാക്റ്റ് ഉണ്ടോ എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? പോലീസ് അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? രാഹുൽ നിർബന്ധിച്ചിട്ട് മൊഴിമാറ്റിയതാവാനും മതി എന്ന് ഏതെങ്കിലും രീതിയിൽ പോലീസ് സംശയിക്കുന്നുണ്ടോ? പോലീസ് അങ്ങനെ സംശയിക്കുന്നുണ്ട്. അതായത് രാഹുലുമായി, കാരണം ഈ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനില്ലായിരുന്നു, പെൺകുട്ടിയുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ പരാതിയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി രാഹുലുമായി ഈ പെൺകുട്ടിക്ക് ബന്ധമുണ്ടായിരിക്കാം, രാഹുൽ മൊഴിമാറ്റാൻ പ്രേരിപ്പിച്ചതുകൊണ്ടായിരിക്കാം മൊഴിമാറ്റാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നൊക്കെയാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. അതായത് രാഹുൽ വിദേശത്ത് നിന്ന് പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടാകാം, പെൺകുട്ടിയെ കണ്ടെത്താനായിട്ടില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ ഒരു സ്വാധീനം ഇതിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു സംശയം സോഷ്യൽ മീഡിയയിലും അതുപോലെ മാധ്യമങ്ങളിലും അടക്കം പലരും ഉയർത്തിയപ്പോൾ അപ്പോൾ തന്നെ പെൺകുട്ടി മറ്റൊരു വീഡിയോയുമായി വരികയാണ്. തന്നെ ആരും ബ്രെയിൻ വാഷ് ചെയ്തിട്ടില്ല എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ തന്നെ കൃത്യമായി ഇതിൽ ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ട് പെൺകുട്ടിയെ എന്നത് വളരെ കൃത്യമാണ് എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരം. ഓക്കെ, താങ്ക് യു സാനിയ മനോമി. സാനിയ മനോമിയും അലി അക്ബർ ഷായുമാണ് വിവരങ്ങൾ നൽകിയത്. 5 ദിവസത്തിനുള്ളിൽ എന്തായാലും പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. പോലീസിന് പിടിവള്ളിയായിട്ടുള്ളത് ഈ പെൺകുട്ടി കൊടുത്തിരിക്കുന്ന രഹസ്യമൊഴിയാണ്. ആ ഒരു ബുദ്ധി പോലീസുകാരെ കാണിച്ചത് നന്നായി. 164 ഇട്ട് ജഡ്ജിന് മുന്നിൽ കൊടുക്കുന്ന രഹസ്യമൊഴി പിന്നീട് തിരുത്തിയാൽ ഈ രഹസ്യമൊഴി തിരുത്തതയാൾ പണി വാങ്ങിക്കും. അപ്പോൾ അതാണ് ഈ പെൺകുട്ടിക്ക് നേരിടാൻ പോകുന്ന ഇനി നിയമപരമായൊരു നടപടി എന്ന് പറയുന്നത്. രഹസ്യമൊഴി കോടതിയിൽ പറയുന്നതിന് ആരുടെ സമ്മർദ്ദത്തിൻ്റെ ആവശ്യമില്ലല്ലോ, രഹസ്യമൊഴിയല്ലേ, അത് 164 അല്ലേ. അവിടെ പെൺകുട്ടിക്ക് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാമായിരുന്നു. അത് അവിടെ തുറന്നു പറയാതെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് തുറന്നു പറയുകയും രാഹുൽ അനുകൂലമായി നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ പോലീസിൻ്റെ എഫ്ഐആർ പറയുന്നത്, പോലീസ് പറയുന്നത് ആ ചാർജ് ഷീറ്റ് നിൽക്കുമെന്നാണ്. പക്ഷേ ഹൈക്കോടതി സമീപിച്ചിരിക്കുകയാണ് രാഹുൽ. എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പെൺകുട്ടിക്ക് അടി കിട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ രാഹുലിൻ്റെ സഹോദരിയും കുടുംബവും തന്നെ നമ്മളോട് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ തല്ലാനുള്ള അവകാശം ആർക്കുമില്ല എന്നതിലാണ് എൻ്റെ ടേക്ക്. അത് ഇനി പെൺകുട്ടിക്ക് പരാതി ഇല്ലെങ്കിൽ പോലും അതൊരു പ്രധാനപ്പെട്ട വിഷയമായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മർദ്ദിച്ചു എന്നുള്ളൊരു കേസ് നിലനിൽക്കും. അതിൽ നമുക്കൊട്ടും അംഗീകരിക്കാനാവാത്തൊരു ഭാഗവുമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തീർക്കുക എന്നതിനപ്പുറം കയ്യാങ്കളിയിലേക്ക് പോകാൻ പാടില്ല ഒരു ബന്ധവും എന്നുള്ളതാണ്. അതൊരു വ്യക്തിയുടെ അന്തസ്സിന് ഏൽക്കുന്ന ആഘാതം കൂടിയാണ്. പക്ഷേ ഈ പെൺകുട്ടി ഇപ്പോൾ രാഹുലിനെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാതെ പോകുന്ന ഒരു ഭാഗം. പക്ഷേ പെൺകുട്ടിക്ക് അടി കിട്ടി എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. പക്ഷേ എന്തിനടി കിട്ടി അതൊന്നും നമ്മുടെ വിഷയമല്ല എങ്കിൽ പോലും അടിക്കാൻ പാടില്ല ആരും ആരെയും. ഇപ്പോൾ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്നത് പോലും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരാളെ മർദ്ദിക്കുക കൂടി ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും ബുദ്ധിമുട്ടുള്ളതാണ്. അത് സ്റ്റേറ്റിനൊരു പ്രധാനപ്പെട്ട വിഷയവുമാണ്. ആ കേസ് നിൽക്കും എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. പക്ഷേ